ഓണത്തിന് നിങ്ങൾ പഴത്തപ്പന ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വെറൈറ്റി ആയിരിക്കും, നല്ല രുചി ഉണ്ടാവും ട്ടാ. 1 കപ്പ് അരിപ്പൊടി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈൻ പൊടിയാണ്. 1/4 കപ്പ് ചോറും അരിപ്പൊടിയുടെ കൂടെ ഇട്ടുണ്ട്. അരഞ്ഞു പോകരുത് ട്ടാ. പുട്ടുപൊടിക്ക് റെഡിയാക്കി എടുക്കില്ലേ, ആ രീതിയിൽ റെഡിയാക്കി കൊണ്ടുവരാം. പൊടിച്ചെടുത്ത പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, പൊടി ഒട്ടും അരഞ്ഞു പോയിട്ടില്ല ട്ടാ. 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി. കൈ വെച്ച് നല്ലോണം അമർത്തി കുഴയ്ക്കുക. വേവിച്ച ഒരു നേന്ത്രപ്പഴം ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നല്ലോണം അമർത്തി കുഴച്ചോളൂ. വെള്ളമൊന്നും ചേർക്കരുത്. ഈ പഴത്തിൽ തന്നെ ഇനി കുഴച്ചെടുക്കണം. 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുഴക്കുന്നതിന് മുമ്പ് തന്നെ നാളികേരം ചേർത്തോളൂ. ഞാൻ വിട്ടുപോയതാണ്. ഇനി എല്ലാം കൂടി കുഴച്ചു കൊടുക്കാം. കുഴച്ചതിന് ശേഷം ഈ മിക്സ് മാറ്റി വെക്കുന്നുണ്ട്. 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. കുഴച്ച് വെച്ചേക്കണ മിക്സിന്ന് കുറച്ചെടുക്കാം. കയ്യിൽ വെച്ച് ഒന്ന് പരത്തുക. 1 കഷ്ണം പഴം ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. ഈ മിക്സിൽ നല്ലോണം ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഏതിലാണോ ആവി കയറ്റണ അതിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ട് തുറക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇക്കൊല്ലം പഴത്തപ്പന ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു വെറൈറ്റി ആണ്, ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.